പാലക്കാട് മൂത്താന്തറയിലെ സ്കൂളിൽ കണ്ടെത്തിയത് പന്നിപ്പടക്കമല്ല, ബോംബ് തന്നെയാണെന്നും അതിൽ ആർഎസ്എസിനും ബിജെപിക്കും പങ്കുണ്ടെന്നും ആവർത്തിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. കലാപത്തിനുള്ള തയ്യാറെടുപ്പാണ് നടന്നതെന്നും സിപിഎം ആരോപിച്ചു. ബിജെപി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരുന്ന പ്രതിഷേധിക്കുന്നത് ബോംബ് വിഷയം മറയ്ക്കാനാണെന്നും സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 പേരെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതാരെല്ലാമാണ് എന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. പക്ഷേ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട 10 പേരാണ്. അതായത് ഈ ബോംബ് നിർമ്മിച്ചു എന്നല്ല, സാധാരണഗതിയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള കുറെ ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളെയാണ് ചോദ്യം ചെയ്ത് എന്നാണ് മനസ്സിലാക്കിയത്. രണ്ടു വിഷയവും പ്രാധാന്യത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് അഭിപ്രായം. യുവമോർച്ച നടത്തിയ രാഹുലിന്റെ ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ താൽപര്യം മറ്റൊന്നായിരുന്നു. RSS കാര്യാലയം സമയബന്ധിതമായി റെയ്ഡ് ചെയ്യണം, സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം. ഈ സ്കൂൾ കോമ്പൗണ്ടിന്റെ 500, 550, 600 മീറ്റർ മാക്സിമം, ഇത്ര ദൂരം മാത്രമാണ് RSSന്റെ കാര്യാലയത്തിലുള്ളത്. മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം മൂത്താന്തറ ഏത് രാഷ്ട്രീയത്തിനാണ് സ്വാധീനം. വളരെ ചെറിയ സ്വാധീനം മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും മനസ്സ് മാറിയാൽ അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ കായികമായി ആക്രമിക്കുക എന്ന നിലപാടാണ് കാലാകാലമായി RSS ചെയ്തിട്ടുള്ളത്. ഭീഷണിയുടെ മുൾമുനയിലാണ് അവിടുത്തെ ജനങ്ങളെ RSS നിർത്തിയിട്ടുള്ളത് എല്ലാ കാലത്തും. വർഗീയ സംഘർഷത്തിലേക്ക് ലക്ഷ്യം വെച്ചുള്ള പല കാര്യങ്ങളും പാലക്കാട് നടത്തിയിരുന്നു. പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. 10ഓളം പേരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് അന്വേഷിച്ചോട്ടെ, ആ അന്വേഷണത്തിൽ കണ്ടെത്തിക്കോട്ടെ. അതല്ലേ അവിടെയും കണ്ടെത്തിയത്. RSSകാരാണ് അതിന്റെ പുറകിൽ നിന്ന്, താരി സംഘപരിവാറുകാരാണ് എന്ന് കണ്ടെത്തി മാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്തല്ലോ. ഇത് കേരളത്തിൽ നമ്മുടെ എല്ലാം മുമ്പിലുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ, ബോംബ് കണ്ടെത്തിയ കാര്യത്തിൽ, നമ്മൾ ഏതെങ്കിലും ഒരു സംഘർഷ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ടീമിന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തുകയോ ആ സംഘർഷ സ്ഥലത്ത് കാണപ്പെട്ട ബോംബുകളല്ല. RSSന് സ്വാധീനമുള്ള ഒരു കേന്ദ്രം RSS നിയന്ത്രിക്കുന്ന ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ കാണുന്നു. സ്വാഭാവികമായും ഒരു അവധാനതയോട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസിന് ഒരു സമയം വേണ്ടിവരും. അല്ലാതെ ധൃതി പിടിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ ആരെങ്കിലും ഒരു കുറ്റവാളിയായി കണ്ടെത്തി കൊണ്ടുവരണം എന്നതല്ല CPMന്റെ നിലപാട്. അത് തന്നെയാണ് പൊതുവായി സർക്കാരും ഇതുവരെയും അവലംബിച്ചു വന്നിട്ടുള്ള ഓരോ കേസിലും നമ്മുടെ അനുഭവം. UTV ന്യൂസ്, പാലക്കാട്.